نور على نور. الثاني من جعل بينه وبين الله وسائط يدعوهم ويسألهم الشفاعة ويتوكل عليهم كفر إجماعا. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന, മുറിച്ചു കളയുന്ന രണ്ടാമത്തെ കാര്യമായി എണ്ണിയത് മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിത. ഒരാൾ തന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഇടയാളന്മാരെ നിശ്ചയിച്ചു. വാസിതത്തുൻ എന്നതിന്റെ ബഹുവചനമാണ് വസായിത്ത്, ഇടയാളന്മാർ. വാസിത്ത് എന്ന് പറഞ്ഞ ഇടയാളൻ, എന്റെ ബഹുവചനം വസായിത്ത്, ഇടയാളന്മാരെ നിശ്ചയിച്ചു. ഇടയാളന്മാരെ നിശ്ചയിച്ചാൽ ചെയ്യുന്നത് എന്താണ്? യദ്ഉഹും, ആ ഇടയാളന്മാരെ വിളിച്ചു തേടുന്നു. വയസ്അലുഹും അശ്ശഫാഅത, ആ ഇടയാളന്മാരോട് ശഫാഅത്തിനെ തേടുന്നു. വയതവക്കലു അലൈഹിം, ആ ഇടയാളന്മാരുടെ മേൽ ബലമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ കഫറ ഇജ്മാഅൻ, അവൻ കാഫിറാണ്. സഹാബാക്കളടക്കമുള്ള സലഫുകളുടെ ഏകാഭിപ്രായ പ്രകാരം, രണ്ടഭിപ്രായം ഇല്ല. അടയാളന്മാരെ നിശ്ചയിക്കുന്നു. അടയാളന്മാര് രണ്ട് രീതിയിലാണ്. ഒന്ന് അനുവദിക്കപ്പെട്ട അടയാളന്മാർ, രണ്ട് നിരോധിക്കപ്പെട്ട അടയാളന്മാർ. അനുവദിക്കപ്പെട്ട അടയാളന്മാർ ഒന്ന് അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ അനുവദിക്കപ്പെട്ട അടയാളന്മാരാണ്. അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള അടയാളന്മാരാണ് അമ്പിയാക്കൾ. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വാസിദാണ്. അള്ളാഹുവിന്റെ ദീൻ നമുക്ക് എത്തിച്ചെന്നതാരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. 23 വർഷക്കാലം ത്യാഗം ചെയ്ത് ഈ ദീൻ നമുക്ക് എത്തിച്ചെന്നു. നമുക്ക് ഇടയിലുള്ള അടയാളനാണ്. ഈ അടയാളനെ അംഗീകരിക്കുന്ന നിർബന്ധമാണ്. എന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള അടയാളൻ റസൂൽ അല്ല എന്ന് ഒരാൾ പറഞ്ഞാലും കാഫിറാവും. നമുക്ക് ദീൻ എത്തിച്ചു തന്ന അടയാളൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ അടയാളനെ അംഗീകരിക്കുന്ന നിർബന്ധമാണ്. രണ്ടാമത്തേത് ഉലമാക്കളാണ്. സാധാരണക്കാർക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള അടയാളന്മാരാണ് ആര്? ഉലമാക്കൾ. ഉലമാക്കളിലൂടെയാണ്, പണ്ഡിതന്മാരിലൂടെയാണ് ഈ ദീൻ പഠിക്കേണ്ടത്. ഈ അടയാളൻ, ഇങ്ങനെയുള്ള അടയാളന്മാരെ നിശ്ചയിക്കൽ എന്താണ്? അനുവദിക്കപ്പെട്ട അടയാളന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീൻ എത്തിച്ചെന്ന ആളാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചത് റസൂലുള്ളാഹിയാണ് എന്ന് വിശ്വസിക്കണം. രണ്ട് ഉലമാക്കൾ, അവരിലൂടെയാണ് നമുക്ക് ഈ ദീൻ പഠിക്കാൻ പറ്റുക. പണ്ഡിതന്മാരെ സമീപിച്ചാലേ ശരിയായ ദീൻ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. നിരോധിക്കപ്പെട്ട അടയാളം എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിന്റെയും തന്റെയും ഇടയിൽ ഇടയാളന്മാരെ നിശ്ചയിച്ച് അവരോട് കാര്യങ്ങൾ തേടുക. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കുക. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നൽകുക. എന്തിന്? അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ, അല്ലെങ്കിൽ അള്ളാഹുവായിട്ട് അടുക്കാൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കാൻ. ഈ അടയാളന്മാരെ നിശ്ചയിക്കുന്നത് കുഫറാണ്, ഷിർക്കാണ്. അതാണ് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാമതായി വിശദീകരിച്ചത്. മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹും ശഫാഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅൻ, അവൻ കാഫിറാണ് ഇജ്മാഅൻ. അടയാളന്മാരെ നിശ്ചയിക്കുന്നവർ വ്യത്യസ്ത രീതിയിൽ അടയാളന്മാരെ നിശ്ചയിക്കും. അടയാളന്മാരെ നിശ്ചയിച്ചിട്ട് ചെയ്യുന്ന 3 അമലുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞു. ഒന്ന്, യദ്ഉഹും, അവരെ വിളിക്കുന്നു. ദഅ യദ്ഉ ദുആഅൻ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് അർത്ഥം. വിളിക്കുക. യദ്ഉഹും, അവരെ വിളിക്കുന്നു. നമ്മൾ പലരെയും വിളിക്കാറുണ്ട്. ആരൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്? അപ്പൊ എല്ലാ വിളിയും ഷിർക്കാണോ? അല്ല. വിളിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഒമൻ അളല്ലു മിമ്മ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നതിന് അള്ളാഹു എതിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന വിളിയെ അള്ളാഹു പറയുന്നത്
ആ വിളി അവർക്കുള്ള ഇബാദത്താണ് എന്ന പ്രയോഗം എന്താണ്? ഒമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ വിളിക്കുന്നവനേക്കാൾ ഏറ്റവും വൈവേച്ചവനായി വേറെ ആരുണ്ട്? അപ്പൊ അള്ളാഹു അല്ലാത്തവർ വിളിക്കാൻ പാടില്ല. അത് ആരെയാണ് വിളിക്കുന്നത്? അവർക്കുള്ള ഇബാദത്താണ്. അള്ളാഹ് പറയുന്ന പ്രയോഗം ശരിക്കും ശ്രദ്ധിക്കണം. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവരെ അള്ളാഹ്ക്ക് പുറമെ വിളിക്കുന്നവനേക്കാൾ അളല്ലായവൻ ആരുണ്ട്? വൈവേച്ചവൻ ആരുണ്ട്? ഈ വിളിക്കപ്പെടുന്ന മഹാന്മാരുണ്ടല്ലോ, വഹും അവർ അൻ ദുആഇഹിം അവരുടെ വിളിയെ തൊട്ട് ഗാഫിലൂൻ അശ്രദ്ധരാണ്. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താണ്? യദുഉ ദുആ അല്ലെ, ദഅ യദുവിന്റെ മസ്ദറാണ് ദുആ. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നതിനെയാണ് അള്ളാഹു വിമർശിക്കുന്നത്. അവൻ ഏറ്റവും വൈവേച്ചവനാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു വൈദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിറൂൻ. വളരെ പ്രയോഗം വൈദാ ഹുശിറന്നാസു, നാളെ പരലോകത്ത് എല്ലാ ജനങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയാൽ കാനൂ ലഹും അഅദാഅൻ, ഈ വിളിക്കപ്പെട്ടവർ വിളിച്ചവരുടെ ശത്രുക്കളാകും. ഏയ് നമ്മ പറഞ്ഞല്ല നിങ്ങൾ വിളിച്ചത്, ഞാനറിയില്ല നീ വിളിച്ചത്, നീ എന്നെ വിളിച്ചന്, ഞാൻ എന്റെ കാര്യം നോക്കുകയും ചെയ്യില്ല, എതിരാവും. മാത്രല്ല വകാനു ബിഇബാദതിഹിം കാഫിരീൻ, ഇവരുടെ ഈ ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഈ ഇബാദത്ത് ഏതാണ്? ദുആ. നേരത്തെ പറഞ്ഞ ഒമൻ അളല്ലു മിമ്മൻ യദ്ഉ, അല്ലാഹു ആയത്ത് തുടങ്ങിയത് എന്താണ്? യദ്ഉ മിൻ ദൂനില്ലാഹ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ആ ദുആഇനെ അല്ലാഹു തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞതാണ് ബിഇബാദതിഹിം കാഫിരീൻ, ആ വിളി അവർക്കുള്ള ഇബാദത്താണ്. മറ്റൊരായത്ത് അള്ളാഹു പറഞ്ഞു ആ ഇബാദത്തായ വിളി ശിർക്കുമാണ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഊഹും നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടാൽ തന്നെ ഉത്തരവും നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിത്ലു ഖബീർ, നാളെ പരലോകത്ത് നിങ്ങളുടെ ഷിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. ഏതാണ് ഷിർക്ക്? ഇൻ തദ്ഊഹും, നിങ്ങൾ വിളിച്ചാൽ. അപ്പോൾ ഒരായത്തിൽ അള്ളാഹ് പറഞ്ഞു അള്ളാഹു അല്ലാത്തവരെ വിളിക്കൽ ആരെയാണോ വിളിച്ചത് അവർക്കുള്ള ഇബാദത്താണ്. മറ്റൊരാൾ അള്ളാഹു പറഞ്ഞു ആരെയാണോ വിളിച്ചത് ആ വിളി ഷിർക്കുമാണ്. അപ്പോൾ നമ്മുടെ ചർച്ച ഒരു വിളി എപ്പോഴാണ് മറ്റൊരാൾക്കുള്ള ഇബാദത്താകുന്നത്, ഷിർക്കാകുന്നത് എന്നതാണ്. അവിടെയാണ് നമ്മുടെ ചർച്ച പോകേണ്ടത്. ഒരു വിളി എപ്പോഴാണ് ഷിർക്കാകുക? ഒരു വിളി ഷിർക്കാകുക മൂന്നാലൊരു കാര്യത്തിലൂടെയാണ്. മൂന്ന് വിളി ഷിർക്കാണെന്നതിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇജ്മാ, സഹാബാക്കടക്കമുള്ള സലഫുകൾക്കിടയിൽ രണ്ടഭിപ്രായമില്ല. മൂന്ന് വിളികൾ ഷിർക്കാണ്. ഈ മൂന്ന് വിളിയേ ഷിർക്കുള്ളൂ, ഇതല്ലാത്ത വിളിയൊക്കെ അനുവദനീയമാണ്. അള്ളാഹു ഇബാദത്താണെന്ന് പറഞ്ഞ, അള്ളാഹു അല്ലാത്തവർക്കുള്ള വിളി ഷിർക്കാണെന്ന് പറഞ്ഞ വിളി മൂന്നെണ്ണം. ഒന്ന്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൽ. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജീവിച്ചവരോടാകട്ടെ മരിച്ചവരോടാകട്ടെ വിളിക്കുക, തേടുക എന്നുള്ളത് ഷിർക്കാണ്. അള്ളാഹുവിന് മാത്രം ആവശ്യപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ. പാവം പൊറുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ, നരകത്തിൽ രക്ഷിക്കാൻ അള്ളാഹ്ക്ക് കഴിയൂ, മയോർഷിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയൂ, ലാഭം തരാൻ അള്ളാഹ്ക്ക് കഴിയൂ, മക്കളെ തരാൻ അള്ളാഹ്ക്ക് കഴിയൂ, ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും അള്ളാഹ്ക്ക് കഴിയൂ. ഇതൊക്കെ അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന തേട്ടം, കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടലാണ്. അത് ഷിർക്കാണ്. ഒരു വിളി ഇതാണ്. രണ്ടാമത്തെ വിളി ദുആഉൽ മയ്യിത്ത്, മയ്യത്തിനോട്, മരിച്ച ആളോട് എന്ത് ചോദിക്കലും ഷിർക്കാണ്. മയ്യത്തിനോട് എന്ത് ചോദിക്കലും ഷിർക്കാണ്. കാരണം ഇദാ മാതൽ ഇൻസാൻ
അൻഹു അമലു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞുപോയി, മുറിഞ്ഞുപോയി. പിന്നെ അവർക്ക് കർമ്മം ചെയ്യാൻ പറ്റൂല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ആ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ വിളിച്ച് തേടുക എന്നുള്ളത് അവൻക്ക് എന്തോ കഴിവുണ്ടെന്ന വിശ്വാസമാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞു, മാലായക്ക് വലയിൽ ഇല്ലല്ല, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഇവൻക്കും കഴിയുമെന്ന് വിശ്വസിക്കലാണ്. കാരണം മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ഒന്നും കഴിയില്ല. റസൂലുള്ളാഹിയുടെ നസ്സാണ്, റസൂലുള്ളാഹിയുടെ ഹദീസാണ്. ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അൻഹു അമലു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചവരോടുള്ള ആവശ്യങ്ങൾ ചോദിക്കൽ ശിർക്കാണെന്നതിന് കൊണ്ടുവന്ന ഒരു ദലീൽ ഈ ഹദീസാണ്. ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അൻഹു അമലു. അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞുപോയി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കുകൾ അവർ ആരാധിച്ച ആരാധ്യന്മാരെ സംബന്ധിച്ചിട്ട് അള്ളാഹ് വിമർശിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അംവാതുൻ ഗൈറു അഹ്യാ, അവർ മരിച്ചവരാണ്, ജീവനുള്ളവരല്ല എന്ന്. മരിച്ചവരാണ്, ജീവനുള്ളവരല്ല എന്ന്. മയ്യത്തിനോട് എന്ത് ചോദിക്കലും ശിർക്കാണ്, ഒന്നും ചോദിക്കാൻ പാടില്ല. മൂന്നാമത്തെ ദുആ, വിളി, ശിർക്കാകുന്ന വിളി ഗായിബിനോട്, മറഞ്ഞ വ്യക്തിയോട് എന്ത് ചോദിക്കലും ശിർക്കാണ്. ഗായിബിനോട് ചോദിക്കാൻ പാടില്ല. മറഞ്ഞ ഒരാൾ, അത് ഹാലിറായാൽ ചോദിക്കാൻ അനുവദനീയമായ ആളായാലും ശരി. ഇപ്പൊ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്, ഇപ്പൊ നിങ്ങളോട് എനിക്ക് എന്തും ചോദിക്കാം. ഇപ്പൊ എനിക്ക് ഉസൈറെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ ചോദിക്കാം, കാരണം ഹാദിറാണ് ഞാൻ. ഇവൻ ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞു ഉസൈറെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. എൻ്റെ വിളി ഉസൈർ കേൾക്കുമെന്ന വിശ്വാസം ഞാൻ വിളിച്ചാൽ ഗായിബിനെ വിളിക്കലാണ്. ഗായിബിനോടുള്ള വിളിയും എന്തിൽപ്പെടും? മാലായക്ക് അലൈഹി ഇല്ലല്ലാഹ്. അള്ളാഹുവിന് മാത്രമേ എവിടുന്ന് വിളിച്ചാലും എന്തും കേൾക്കാൻ കഴിയൂ. അള്ളാഹുവില്ലാത്ത കേൾവി പരിധികളുണ്ട്. അപ്പോൾ കേൾക്കാത്ത ഒരാളെ എൻ്റെ കേൾവി, എൻ്റെ വിളി കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കാന്നുള്ളത് അയാളിൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമുണ്ട്. അതായത് എവിടുന്ന് വിളിച്ചാലും എന്നെ കേൾക്കാൻ പറ്റുമെന്ന വിശ്വാസം ഞാൻ അയാളെ വിഷയത്തിൽ വെച്ചു പുലർത്തുന്നു എന്നതാണ് ശിർക്കാണ്. ജിന്ന് നമ്മൾ തൊട്ട് ഗായിബാണ്. അപ്പൊ ജിന്നിനുള്ള സഹായതാട്ടം ശിർക്കാണ്, ഗായിബാണ്. ഒരു വിളി അനുവദനീയമാകപ്പോഴാണ് ആ വിളിക്കപ്പെടുന്ന ആൾ ഹയ്യാകണം, ഹാജിറാകണം, ഖാദിറാകണം. ഇത് മൂന്നും ഉലമാക്കൾ പറഞ്ഞ കൈദുകളാണ്. ഒരു വിളി അനുവദനീയമാകപ്പോഴാണ് വിളിക്കപ്പെടുന്ന ആൾ ഹയ്യാകണം, ജീവനുള്ള ആളാകണം, ഹാജിറാകണം, മുമ്പിലുള്ള ആളാകണം. മുമ്പിലുള്ള ആൾ കൊണ്ട് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഫോണിലാണെങ്കിൽ മുമ്പിലുള്ള ആൾ ഹുക്കുമാണ്. നമ്മളെ വിളി കേൾക്കുന്നുണ്ടല്ലോ ഫോണിലൂടെ. മുമ്പിലുള്ള കൊണ്ട് കണ്ണുകൊണ്ട് കാണുക എന്ന ഉദ്ദേശത്തിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷന് പറ്റുന്ന അവസ്ഥയിലാകുക. ഒരാൾ മുകളിലുണ്ട്, ഈ പള്ളികൾക്ക് ഹോൾസ് ഉണ്ടാവില്ലേ, ഇതിന് ഹോൾസ് ഇല്ലേ, ഇവിടുന്ന് വിളിച്ചപ്പുറം കേൾക്കൂല. അപ്പൊ ഓൻ എനിക്ക് കായ് വളരെ കാണുന്നില്ല, പക്ഷെ എന്റെ ശബ്ദം കേൾക്കുമല്ലോ, അത് ഹാജറാണ്. രണ്ട്, ചോദിക്കപ്പെടുന്ന കാര്യത്തിൽ മൊത്തത്തിൽ ഹാജറാവണം. മൊത്തത്തിൽ ഹാജറാകണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലെന്നല്ല, അയാളെ പോലുള്ളവർക്ക് പറ്റുന്നതാണോ എങ്കിലോ ഒക്കെ. ചിലപ്പോൾ അയാൾക്ക് പറ്റിക്കോളുന്നില്ല, മനുഷ്യന്മാർക്ക് എല്ലാം പറ്റിക്കോളുന്നില്ല അല്ലേ. ഒരു 10 കിലോന്റെ കല്ല് ഞാൻ ഫൗസാനോട് എടുക്കുന്ന പറഞ്ഞാൽ പറ്റൂല, എന്നാ ഉസൈറിന് പറ്റും. അവിടെ ഫൗസാനോട് ചോദിച്ചാൽ ശിർക്കാവോ? ഇല്ല. എന്തുകൊണ്ട്? ഫൗസാൻ പറ്റാത്തതായത് കൊണ്ട് ശിർക്കാവോ? ഇല്ല. മനുഷ്യർക്ക് പറ്റുന്നതാണ് അതെടുക്കാൻ പറ്റുന്നത്, ഫൗസാന് പൊന്താത്തോണ്ടാണ് പറ്റാത്തത്, അല്ലാണ്ട് കഴിയാത്ത ഒന്നല്ല, പൊന്താത്തോണ്ടാണ്. അപ്പം ഹയ്യ്, ഹാദിർ, ഖാദിർ, ഇത് മൂന്നും നിബന്ധനയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു. ഇതാണ് ദുആ. അപ്പോൾ ഈ ദുആ ആണ് യദൂഹും എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്. അടയാളന്മാരെ നിശ്ചയിച്ചിട്ട് ഒന്നുകിൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ മയ്യത്തിനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഗായിബിനോട്, മറഞ്ഞ വ്യക്തിയോട് ചോദിക്കുന്നു. ഈ ചോദ്യം ആരോടെങ്കിലും ചോദിച്ചാൽ ഓൻ കാഫിറാണ്. വയസ്അലുഹും അശ്ശഫാഅത. രണ്ടാമത്തേത് ഷഫാഅത്തിനെ തേടുന്നു. അടയാളന്മാരെ നിശ്ചയിച്ചിട്ട് ആ അടയാളന്മാരോട് ഷഫാഅത്തിനെ തേടുന്നു. ഷഫാഅത്ത് ആരതാണ്? അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ശുപാർശ. വേറെ വേറെന്താ? റെക്കമെൻഡ് ചെയ്യുക അല്ലെ, റെക്കമെൻഡേഷൻ. എന്താ പറയാ? ശുപാർശ ചെയ്യുക, അതാണ് ഷഫാഅത്ത്.
ഷഫാഅത്ത് 3 രീതിയിലുണ്ട്. ഒന്ന്, ഒരു മഖ്ലൂക്ക് വേറൊരു മഖ്ലൂക്കിന് വേണ്ടി വേറൊരു മഖ്ലൂക്കിനോട് ചോദിക്കൽ. ഞാൻ വേറൊരാൾക്ക് വേണ്ടി വേറൊരാളോട് ചോദിക്കൽ, ഇത് അനുവദനീയമായ ഷഫാഅത്താണ്. ഒരു മഖ്ലൂക്ക് വേറൊരു മഖ്ലൂക്കിന് വേണ്ടി വേറൊരു മഖ്ലൂക്കിനോട് ചോദിക്കൽ, ഇത് അനുവദനീയമായ ഷഫാഅത്താണ്. അത് പറ്റും. നമ്മൾ പറയലുണ്ടല്ലോ, എന്ത് ഇവനൊന്ന് പരിഗണിക്കണം, ഇവനൊന്ന് സ്വീകരിക്കണം അല്ലെ പറയും. ഇപ്പൊ കോളേജൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിക്കും, ഇന്ന ആളുടെ മോൻ വരുന്നുണ്ട്, ഓനെ നിങ്ങളൊന്ന് എടുക്കണം. ഇതാണ് ഷഫാഅത്ത്. ഒരു മഖ്ലൂക്ക് വേറൊരു മഖ്ലൂക്കിനോട് വേറൊരു മഖ്ലൂക്കിന് വേണ്ടിയിട്ടുള്ള ശുപാർശ, ഇത് അനുവദനീയമായ കാര്യമാണ്. നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ആ നന്മയുടെ കൂലി കിട്ടും. വമൻ യശ്ഫഅ ശഫാഅത്തൻ ഹസന എന്താ ഫലഹു നസീബും മിൻഹാ വമൻ യശ്ഫഅ ശഫാഅത്തൻ സയ്യിഅത്തൻ ഫലഹു കിഫ്ലുൻ മിൻഹാ. എന്തായത്? ആരെങ്കിലും നല്ല ആരെങ്കിലും നല്ല ശഫാഅത്ത് ചെയ്താൽ ആ നല്ല ശഫാഅത്തിന്റെ ഓഹരി ആ ശഫാഅത്ത് ചെയ്ത ആൾക്ക് കിട്ടും. നന്മക്ക് വേണ്ടി ചെയ്തതല്ലേ. തിന്മക്ക് വേണ്ടി ചെയ്തതെങ്കിൽ തിന്മയുടെ കുറ്റവും കിട്ടും. ശഫാഅത്ത് ചെയ്തുകൊണ്ടല്ല തിന്മ ചെയ്യേണ്ടി വന്നത്. ഈ ശഫാഅത്ത് അനുവദിക്കപ്പെട്ട ശഫാഅത്ത്. രണ്ടാമത്തെ ശഫാഅത്ത്, ഒരു മഖ്ലൂക്ക് വേറൊരു മഖ്ലൂക്കിന് വേണ്ടി അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യുക. ദുനിയാവിൽ വെച്ച് ഒരു മഖ്ലൂക്ക് വേറൊരു മഖ്ലൂക്കിന് വേണ്ടി അള്ളാഹിനോട് ശുപാർശ ചെയ്യുക. ഇതിന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ദുആ എന്നാണ്. അല്ലാഹുവേ ഇന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ ഇന്ന ആളുടെ കാര്യം നീ സാധിപ്പിച്ചു കൊടുക്കണേ, ഇത് അയാൾക്ക് വേണ്ടിയുള്ള ദുആ ആണ്. സത്യത്തിൽ ഇതെന്താണ്? ശുപാർശയാണ്. ഇതും അനുവദനീയമാണ്. മൂന്നാമത്തെ ശുപാർശ നിരോധിക്കപ്പെട്ട ശുപാർശയാണ്. അത് 2 രീതിയിലുള്ള ശുപാർശയാണ് നിരോധിക്കപ്പെട്ടത്. ഒന്ന്, ദുനിയാവിൽ വെച്ച് മരിച്ചു പോയ ആളോട് നാളെ ആഖിറത്തിൽ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ എന്ന് ചോദിക്കൽ. ദുനിയാവിൽ വെച്ച് മരിച്ചു പോയ ആളോട് എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് ആവശ്യപ്പെടൽ, അത് ശിർക്കാണ്. 2, നാളെ പരലോകത്ത് ഒരാൾ വേറൊരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൽ, അത് ഉണ്ടാകുകയില്ല. 2 നിബന്ധനകൾ പാലിക്കപ്പെട്ടതിന് ശേഷമേ നാളെ പരലോകത്ത് ശുപാർശ ഉണ്ടാകുകയുള്ളൂ. ഈ കബറാരാധകന്മാർ കബറാളികളെ പൂജിക്കുന്നത് എന്തിനാണ്? നാളെ പരലോകത്ത് അവർ ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള ഒന്നല്ല ശുപാർശ. നാളെ പരലോകത്തുള്ള ശുപാർശക്ക് 2 നിബന്ധനയുണ്ട്. ഒന്ന്, ഇദ്നുല്ലാഹി ലിശ്ശാഫിയ, ശുപാർശ ചെയ്യുന്ന ആൾക്ക് അള്ളാഹിന്റെ അനുമതി വേണം. അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിലേ ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. ഫമൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ ആരാണ് അവിടെ ശുപാർശ ചെയ്യുക? ആർക്കും പറ്റൂല. രണ്ടാമത്തത്, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവന് അള്ളാഹ് തൃപ്തിപ്പെട്ട ആളാകണം. റിളല്ലാഹി അനിൽ മശ്ഫൂഇ ഫീഹി, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവൻ അള്ളാഹു തൃപ്തിപ്പെടണം. അല്ലാതെ ഒരു ശുപാർശയും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല. ആർക്കും ശുപാർശ ചെയ്യാൻ കഴിയുകയില്ല അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ. അള്ളാഹു അനുമതി ആർക്കേ കൊടുക്കുള്ളൂ? അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. ആർക്ക് വേണ്ടിയേ കൊടുക്കുള്ളൂ? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് കൊടുക്കുള്ളൂ. മലക്കുകൾ നാളെ ശുപാർശ ചെയ്യും. അള്ളാഹ് പറഞ്ഞില്ലേ, വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈആ, ആകാശത്തിൽ എത്ര മലക്കുകളുണ്ട്, അവരുടെ ശുപാർശകൾ ഒന്നും തന്നെ ഉപകരിക്കുകയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ, അള്ളാഹു ആർക്ക് വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത്, ആരെയാണോ തൃപ്തിപ്പെട്ടത് അവർക്കേ ശുപാർശയുള്ളൂ. എപ്പോൾ? മിൻ ബഅദി അൻ യഅ്ദനല്ലാഹ്, അള്ളാഹു അനുമതി കൊടുത്തതിന് ശേഷം. അപ്പൊ ഇവിടുന്ന് ഒരു മഖ്ലൂക്കിനോടും നാളെ ആഖിറത്തിൽ ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം നാളെ ആഖിറത്തിൽ ആർക്കാണ് അള്ളാഹു അനുമതി കൊടുക്കാൻ നമുക്കറിയില്ല, ആർക്ക് വേണ്ടിയാണ് അനുമതി കൊടുക്കാൻ നമുക്കറിയില്ല. അപ്പൊ ശുപാർശ കിട്ടാനുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യാം. എന്താണ് ശുപാർശ ചോദിക്കാതിരിക്കലാണ്, ശിർക്ക് ചെയ്യാതിരിക്കലാണ്. കബറാളികളോട് ഇവർ ചോദിക്കുന്നത് എന്താണ്? നാളെ ആകത്ത് ശുപാർശ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആ ചോദിക്കൽ എന്താണ്? ശുപാർശക്കുള്ള മാനിയാണ്, തടസ്സാണ്. കബറാളിയോട് ചോദിച്ചാൽ മുശ്രിക്കായില്ലേ? മുശ്രിക്കിന് നാളെ ശുപാർശ ഉണ്ടാ? ഇല്ല. അപ്പൊ നാളെ പരലോകത്ത് ശുപാർശ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അമലുകളുണ്ട്, അത് ഇവിടെ ചെയ്യലാണ് നമ്മൾ വേണ്ടത്. അതെന്താണ്? തൗഹീദാണ്. അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ചോദിച്ചു,
മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ്. ഓ പ്രവാചകരെ, അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടുന്ന ആൾ ആരാണ് യൗമൽ ഖിയാമ, പരലോകത്ത്? റസൂൽ എന്താ പറഞ്ഞത്? മുവഹിദിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച, ഹൃദയം കൊണ്ട് അംഗീകരിച്ച ആൾക്കാണ് എന്നാണ്. അപ്പൊ മുവഹിദിനാണ് നാളെ ശുപാർശയുള്ളൂ. മുവഹിദിന് വേണ്ടിയാണ് ശുപാർശ. കാരണം മുവഹിദാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ആൾ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമേ ശുപാർശയുള്ളൂ. അപ്പോൾ മരിച്ചുപോയവരോട് ശുപാർശ തേടുക എന്നുള്ളത് ശിർക്കായ ശുപാർശയാണ്. നാളെ പരലോകത്ത് എനിക്ക് ശുപാർശ തരണം എന്ന് ശുപാർശ ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഷഫാഅത്ത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കലാണ്. ഷഫാഅത്ത് ആരോട് ചോദിക്കാൻ പാടുള്ളൂ? ഇന്ന ഷഫാഅത്ത എന്താണ്? ലില്ലാഹി ജമിഅ. കുലി ഷഫാഅത്തു അള്ളാഹുവിനാണ്. കുല്ലില്ലാഹി ഷഫാഅത്തു ജമിഅ. അല്ലെ, സകല ഷഫാഅത്തു ആർക്കുള്ളതാണ്? അള്ളാഹിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ട ഒരു ഷഫാഅത്തിന് അള്ളാഹു എല്ലാത്തിനോട് ചോദിക്കൽ അള്ളാഹുവിൽ പങ്കാക്കലാണ്. ആണ് വയസ്അലുഹും അശ്ശഫാഅ, ഷഫാഅത്തിനെ തേടുകയും ചെയ്യുന്നു എന്ന്. വയതവക്കലു അലൈഹിം, ആ ഇടയാളന്മാരുടെ മേൽ ഭരമേൽപ്പിക്കുന്നു. ഈ ഇടയാളന്മാരുടെ മേൽ മനസ്സുകൊണ്ട് അവരെ ആസ്വദിക്കുക. ഇവരുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ, എന്നെ രക്ഷപ്പെടുത്താൻ ഇവരേ ഉള്ളൂ, ഇവരെ തൃപ്തിപ്പെടുത്തിയാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ, എല്ലാവിധ ആശ്രയം അവരിലാവുക. ഇന്ന് കുബൂരികൾ, കബറാരാധകർ ചെയ്യുന്നത് പോലെ അവർ എന്താണ് മരിച്ചുപോയ കബറാളിയെ പൂർണ്ണമായും ഭരമേൽപ്പിക്കാൻ ഞാൻ ഇന്ന മഹാനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്റെ കാര്യം മഹാൻ നോക്കിക്കോളും. അല്ലെ, ഏലസ് കെട്ടുന്നവർ ഏലസ് കെട്ടുന്നത്, ആ ഏലസിൽ ഞാൻ എല്ലാം ഭരമേൽപ്പിക്കാൻ. അല്ലെ, പുതിയ വാഹനം വാങ്ങുമ്പോൾ വാഹനത്തിൽ പച്ച കെട്ടും. പച്ച കെട്ടിക്കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളെല്ലാം മഹാൻ നോക്കി. ഏത് ജാറത്തിൽ നിന്നാണോ പച്ച വാങ്ങിയത്, പച്ച തുണി വാങ്ങിയത്, ആ മഹാൻ അത് നോക്കിക്കൊള്ളും. അവരിൽ തവക്കുൽ ചെയ്യുക. ഇത് മൂന്നും ഇന്ന് സർവ്വസാധാരണയായി നടക്കുന്ന ശിർക്കാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അടയാളന്മാരെ നിശ്ചയിച്ചിട്ട് ഈ മൂന്ന് കാര്യം എണ്ണിയത്. മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹുമുശ് ശഫാഅത വയതവക്കലു അലൈഹിം. ഇത് മൂന്നും ആരെങ്കിലും ചെയ്താൽ കഫറ ഇജ്മാഅൻ, അവൻ കാഫിറാണ് ഇജ്മാഅൻ. ഇൻഷാ അല്ലാഹ് ബാക്കി മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. هذا والله أعلم وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.